നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ബാങ്കിംഗ് സേവനങ്ങളിലൂടെ ഉപയോക്താവിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ നഷ്ടമോ ഉണ്ടായാൽ അതിനെതിരെ ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കാം. ബാങ്ക് സേവനങ്ങളും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യം പലർക്കും അറിയാത്തതിനാൽ തന്നെ പണം നഷ്ടപ്പെട്ടാലും മറ്റു ബാങ്കിംഗ് ഇടപാടിലെ പ്രശ്നങ്ങളിലും ഉപയോക്താവ് സ്വയം നഷ്ടം സഹിക്കേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട്. കാശ് അടയ്ക്കുകയും എടുക്കുകയും ചെയ്യുന്നതിലെ വീഴ്ചകളും പാകപ്പിഴകളും മാത്രമല്ല പ്രശ്നം. നിയമം നൽകുന്ന സുരക്ഷയും കരുതലും അറിയാതെ പോകുന്നതാണ് നീതി നിഷേധം ചോദ്യം ചെയ്യാൻ പരിമിതിയായി മാറുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം പൗരന് നൽകുന്ന സംരക്ഷണം വളരെ വലുതാണ്. ആ നിയമം തുറന്നിടുന്ന വിപുലമായ സാധ്യതകളിലൊന്നാണ് ബാങ്കിംഗ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളിലുള്ള ഇടപെടലും. ഈ സാധ്യതയെക്കുറിച്ച് അറിഞ്ഞ് ബാങ്കിംഗ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കെതിരെ ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിലെ സലീമും അലിയാറും. തന്റേതല്ലാത്ത കാരണങ്ങളാൽ അക്കൗണ്ടിലെ പണം നഷ്ടപ്പെട്ട സലീം ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചത്. ATMിൽ നിന്ന് 10,000 നഷ്ടപ്പെട്ടു. അന്വേഷണത്തിനു ശേഷവും നടപടി ഉണ്ടായില്ല. ഇതോടെയാണ് സലീം ഉപഭോക്തൃ ഫോറത്തെ സമീപിച്ചത്. അന്വേഷണങ്ങളിലെ നൂലാമാലകളും നടപടികളിലെ സാങ്കേതികത്വവും സലീമിനെ തടസ്സപ്പെടുത്തിയില്ല. അതുപോലെ തന്നെയാണ് അലിയാറും. ക്രെഡിറ്റ് കാർഡിന്റെ പേരിൽ അധിക തുക ഈടാക്കിയതിനെതിരെയാണ് കമ്മീഷനെ സമീപിച്ചത്. ക്രെഡിറ്റ് കാർഡിന്റെ പേരിലുള്ള തട്ടിപ്പ് തടയാൻ പോരാട്ടം തുടരാൻ തന്നെയാണ് അലിയുടെ തീരുമാനം. ബാങ്കിംഗ് രംഗത്തെ തട്ടിപ്പുകൾ കൂടിയ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ നൽകണമെന്ന് സുപ്രധാന നിർദ്ദേശം ഉപഭോക്തൃ ഫോറം നൽകിയിട്ടുണ്ട്. അക്കൗണ്ട് തുറക്കുന്നതിലുള്ള ഫോമുകൾ, ATM കാർഡുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ, SMS, ഇമെയിൽ അലേർട്ടുകൾ എല്ലാം പ്രാദേശിക ഭാഷയിൽ ലഭ്യമാക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനായിരുന്നു നിർദ്ദേശം. ഉപഭോക്താവിന് ഉത്തരവാദിത്തം മാത്രമല്ല അവകാശങ്ങളുമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നിയമം.